ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു നോമ്പ് കാലയളവിൽ കൂടെ നാം ഇന്ന് കടന്നു പോകുന്നത്. യഥാർത്ഥമായ നോമ്പ് ആത്മശുദ്ധീകരണത്തിൻ്റെയും ആത്മപരിശോധനയിലൂടെയും നാം നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 27-ാം അധ്യായമാണ്. ഈ അധ്യായം നമ്മെ സന്തോഷിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു. 27-ാം അധ്യായം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് അനുഭവിച്ചിട്ടുള്ളതും ദൈവത്തിൽ നിന്ന് കേട്ട അനുഭവമാണ് സങ്കീർത്തനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാവുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദൈവം വെളിച്ചമായിരിക്കുമ്പോൾ, അവൻ രക്ഷകനായിരിക്കുമ്പോൾ എനിക്ക് പേടിക്കുവാനോ ഭയപ്പെടുവാനോ ഒന്നുമില്ല എന്ന് നമ്മോട് പറയുന്നു. ഈ ലോക ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ ഭയപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. ലോകത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച്, അങ്ങനെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. പക്ഷേ ദൈവം ഇങ്ങനെയുള്ളവരെ വിടുവിക്കുന്നവനും ശക്തിപ്പെടുത്തുന്നവനുമാണ്. ഈ കാലഘട്ടത്തിൽ നാം എന്തിനെയെങ്കിലും കുറിച്ച് ഭാരപ്പെടുകയോ വ്യസനപ്പെടുകയോ ചെയ്യുന്നവരാണോ? എങ്കിൽ നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന്. പള്ളിപ്രമാണിയായിരുന്ന യായിറോസ് തൻ്റെ മകൾ ദീനം പിടിച്ച് മരിക്കാറായി കിടന്നപ്പോൾ ദൈവം അവനോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, നിന്റെ മകൾ രക്ഷപ്പെടുമെന്ന്. ദൈവം നമ്മോട് ഓരോരുത്തരോടും പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വലതു കൈ നമ്മളെ താങ്ങുകയും ബലപ്പെടുത്തുകയും മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും എപ്പോഴും നമ്മോടുകൂടെ, എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.